ഹലോ ഫുഡീസ്, ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാവുന്ന ഒരു കിടിലൻ വെളുത്തുള്ളിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വെളുത്തുള്ളി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ കറി തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഗ്യാസ് ട്രബിളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു കറി കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ കുറച്ച് മെഡിസിനൽ വാല്യൂ ഒക്കെയുള്ള ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വെളുത്തുള്ളിയുടെ ആ മുകൾ ഭാഗത്തുള്ള ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിതിവിടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയുടെ മുകളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് സ്റ്റീമറിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. വെളുത്തുള്ളി ആവിയിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് നമുക്കിത് മുഴുവനായിട്ട് വേവണ്ട, ഒരു 1/4 വേവാകുന്ന സമയത്ത് നമുക്കിത് തുറന്നിട്ട് പുറത്തെടുക്കാം. ഇതിവിടെ വെളുത്തുള്ളി എല്ലാം 1/4 വേവായ സമയത്ത് ഞാനങ്ങ് പുറത്തെടുത്തതാണ്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഈ വെളുത്തുള്ളി എല്ലാം അതിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാ വശവും ഒരുപോലെ വെളിച്ചെണ്ണയിൽ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത്രയും മതിയാവും. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇതേ പാനിലോട്ട് തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ വലിയ ജീരകവും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞതും കുറച്ച് ഇഞ്ചി നുറുക്കിയതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായിട്ട് വാടിക്കഴിഞ്ഞാൽ നന്നായിട്ട് പഴുത്ത ഒരു വലിയ തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ട് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നമ്മളിട്ട് ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ മൂപ്പിച്ച് മാറ്റി വെച്ച ആ വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ചീനച്ചട്ടി എടുക്കുന്നതായിരിക്കും ഈ ഒരു കറി ഉണ്ടാക്കാൻ കുറച്ചുകൂടെ ഈസി. ഏറ്റവും അവസാനമായിട്ട് ഇതിലോട്ടൊരു ചെറിയ കഷ്ണം ശർക്കര കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മൂടി വെച്ച് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കിത് വറ്റിച്ചെടുക്കാം. ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ചെറിയ തീയിൽ നമ്മൾ ഇങ്ങനെ വറ്റിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്യാം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണിത്. ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഒക്കെ ഉള്ള ഈ ഒരു കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഞാൻ ഈ ഒരു കറി സെർവ് ചെയ്യുന്നത് പരിപ്പ് കറിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയുമാണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു സൈഡ് ഡിഷ് ആയിട്ട് കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള നല്ല റെസിപ്പികൾക്കായിട്ട് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.